സബ്സ്ക്രൈബറിൻ്റെ ഡൗട്ടാണ് 5K ഫോളോവേഴ്സ് 60K വാച്ചിങ് അവേഴ്സ് മസ്റ്റ് അല്ലേ? അത് മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനൊരു ക്രൈറ്റീരിയേ ഇല്ല. ഇപ്പം നമ്മളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ ഒറിജിനൽ കണ്ടന്റ് ഇട്ടിട്ട് ഫേസ്ബുക്കിൽ എൻഗേജ്മെൻ്റ് ആവുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ടാണ് ഓരോരോ ക്രിയേറ്റർമാർക്കും ടൂള്, അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ്റെ ടൂള് കൊടുക്കുന്നത്. ഓക്കെ, അല്ലാതെ ഒരു ക്രൈറ്റീരിയ ഇല്ല. പിന്നെ സ്റ്റാർസിന് ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ സ്റ്റാർസ് കിട്ടിയതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷന് മുമ്പുണ്ടായിരുന്ന ആ ക്രൈറ്റീരിയയും ഇപ്പോൾ നിലവിൽ എടുത്തു കളഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള ഒരു ടൂൾസിനും ക്രൈറ്റീരിയ ഇല്ല, എല്ലാം ഇൻവൈറ്റഡ് ആണ്. ഓക്കെ, നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ ഡൗട്ടാണ് 5K ഫോളോവേഴ്സ് 60K വാച്ചിങ് അവേഴ്സ് മസ്റ്റ് അല്ലേ? മുമ്പുണ്ടായിരുന്ന ആ ക്രൈറ്റീരിയ നിലവിൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല. ഓക്കെ, ഇപ്പോൾ ഓൺലി സ്റ്റാർസിന് മാത്രമാണ് 500 ഫോളോവേഴ്സിൻ്റെ ക്രൈറ്റീരിയ ഉള്ളത്. അത് കിട്ടിയതിനെ കൊണ്ട് വലിയ കാര്യമില്ല. അപ്പോൾ നിലവിൽ നമുക്ക് മെയിനായിട്ട് ലഭിക്കേണ്ട കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് ലഭിക്കണമെങ്കിൽ നമ്മളുടെ ആക്റ്റീവ് ഫേസ്ബുക്കിൽ എത്രത്തോളം നല്ല രീതിയിൽ ആക്റ്റീവ് ആവുന്നുണ്ടോ അത് നോക്കും, ഒറിജിനൽ കണ്ടന്റ് ആണോ നോക്കും, പിന്നെ നല്ല രീതിയിൽ എൻഗേജ് ഉള്ള ഫേസ്ബുക്ക് പേജോ പ്രൊഫൈലാണോ എല്ലാം നോക്കിയിട്ടാണ് ഇൻവൈറ്റ് ലഭിക്കില്ല, അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിൻ്റെ ഇൻവൈറ്റ് ലഭിക്കില്ല. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ലഭിക്കാനുള്ള സാധ്യത കൂടും.